ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ചാർജും അതിൻ്റെ പ്രോപ്പർട്ടീസും എങ്ങനെയാണ് ഒരു ബോഡി ചാർജ്ഡ് ആവുന്നത് എന്നായിരുന്നു. ഇനി നമ്മൾ എങ്ങനെ ഒരു ബോഡീനെ ചാർജ് ചെയ്യാം, എങ്ങനെ ഒരു ബോഡിയിൽ ചാർജിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാം, ഇങ്ങനെയുള്ള ഐഡിയാസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിങ്ങനെ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദ ഹാവ് ജനറലി മെറ്റൽസ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഉദ്ദേശിച്ചത് അല്ലേ. കണ്ടക്ടേഴ്സ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഉദ്ദേശിച്ചത് മെറ്റലാണ്. പറയും കണ്ടക്ടേഴ്സ് എന്ന് പറയാം. നോക്കൂ, ദ ഹാവ് ഫ്രീ ഇലക്ട്രോൺസ് ഓർ ദ ഹാവ് ചാർജ് കാരിയേഴ്സ്. മെറ്റൽസിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു ചാർജ് കാരിയേഴ്സ്, ഫ്രീ ഇലക്ട്രോൺസ്, കാറ്റോൺസ്, ആനോൺസ്, ഓക്കെ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ചാർജ് കാരിയേഴ്സ് ഉള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് വിളിക്കുക. എക്സാമ്പിൾ മെറ്റൽസ്, ദ ഹാവ് ഫ്രീ ഇലക്ട്രോൺസ്. ഹ്യൂമൻ ബോഡി അയോൺസ് ഉണ്ട്. ഓക്കെ, എർത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഇതൊക്കെ കണ്ടക്ടേഴ്സ് ആയിട്ടാണ് കാണുന്നത്. ഇൻസുലേറ്റേഴ്സ്, ദേ ആർ അതർവൈസ് നോൺ ആസ് ഡൈ ഇലക്ട്രിക്സ്. ഓർക്കുക, ഡൈ ഇലക്ട്രിക്സ് ഇൻസുലേറ്റേഴ്സ്. ദേ ഹാവ് നോ ഫ്രീ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ഉണ്ട്, പക്ഷേ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. ചാർജിനെ കണ്ടക്ട് ചെയ്യാൻ ഒരു പോയിന്റ് നിന്ന് വേറെ പോയിന്റിലേക്ക് എത്തിക്കാൻ ഇല്ല. എന്താണ് ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം? ബൗണ്ട് ഇലക്ട്രോൺസേ ഉള്ളൂ. ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. ദേ ആർ നോട്ട് ഫ്രീ ടു മൂവ്. മെറ്റൽസിലോ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താ? ന്യൂക്ലിയസിന് ചുറ്റും ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് അവിടുന്ന് ചെറിയ എനർജി കിട്ടിയാൽ റിമൂവ് ചെയ്ത് അവർ മെറ്റൽസിൽ വാണ്ടർ ചെയ്യുന്നുണ്ടാവും, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും. ആ ഇലക്ട്രോൺസിന് നമുക്ക് കണ്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടാവും ഈ മെറ്റൽസിൻ്റെ കേസ് പറയുമ്പോഴൊക്കെ ഗ്രൗണ്ടിങ് എന്നാണ്. ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ കേസിലൊക്കെ റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, നമ്മുടെ അയൺ ബോക്സ്, ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ഗ്രൗണ്ടിങ് ഓർ എർത്തിങ്. എന്താണ് ഗ്രൗണ്ടിങ് ഓർ എർത്തിങ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഗ്രൗണ്ടിങ് ഓർ എർത്തിങ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു ബോഡിയിൽ എക്സസ് ചാർജിനെ, ലീക്കേജ് കറണ്ടുകളെ, ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഇൻസ്ട്രുമെൻസ് ആണെങ്കിൽ ലീക്കേജ് കറണ്ടുകളെ അല്ലെങ്കിൽ എക്സസ് ചാർജിനെ എർത്തിലേക്ക് കണ്ടക്ട് ചെയ്ത് കളയുന്ന ഒരു കണ്ടക്ടിങ് പാത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രൗണ്ടിങ്. ദ പ്രോസസ് ഓഫ് ഷെയറിംഗ് എക്സസ് ചാർജസ് ഓർ ലീക്കേജ് കറണ്ട് വിത്ത് എർത്ത് ത്രൂ എ മെറ്റൽ വയർ ഈസ് നോൺ ആസ് ഗ്രൗണ്ടിങ് ഓർ എർത്തിങ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു ബോഡിയിൽ ചാർജിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാം എന്നുള്ള, അതുപോലെ എങ്ങനെ ഒരു ബോഡിയിൽ ഏത് ടൈപ്പ് ചാർജ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം. സോ ദാറ്റ് ഇൻസ്ട്രുമെന്റ് ഈസ് നോൺ ആസ് ഗോൾഡ് ലീഫ് എലക്ട്രോസ്കോപ്പ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ചാർജ് ആൻഡ് ടു നോ ദ നേച്ചർ ഓഫ് ചാർജ്. പോസിറ്റീവ് ആണ് ഒരു ബോഡി ചാർജ് ആണോ എന്ന് അറിയാൻ. സിംപ്ലി ഇറ്റ് ഈസ് ഹാവിംഗ് എ മെറ്റൽ നോബ് അറ്റ് ദ ടോപ്പ് ആൻഡ് ദർ ഈസ് എ മെറ്റൽ റോഡ് ആൻഡ് ഇറ്റ് ഈസ് enclosed in a glass jar. And at the end, ആ മെറ്റൽ നോബിൻ്റെ താഴെ എൻഡിൽ രണ്ട് തിന്നായിട്ടുള്ള ഗോൾഡ് പ്ലേറ്റ്സ് താഴേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചു. വളരെ തിന്നായിട്ടുള്ള രണ്ട് ഗോൾഡ് പ്ലേറ്റ്സ്. ദാറ്റ്സ് വൈ ഗോൾഡ് ലീഫ് എന്ന് വിളിക്കുന്നു. ദർ ആർ 2 ലീഫ്, ഓക്കെ, ഹാങ്ങിങ് ഡൗൺ, ഒരേ പോയിന്റിൽ ഫിക്സ് ചെയ്ത 2 ലീഫ്സ് ഉണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഗോൾഡ് ലീഫ് എലക്ട്രോസ്കോപ്പ്. സോ മെറ്റൽ നോബ് വിത്ത് എ മെറ്റൽ റോഡ് അറ്റ് ദ ബോട്ടം ദർ ആർ 2 തിൻ മെറ്റൽ പ്ലേറ്റ്സ്. നമുക്ക് വേണമെങ്കിൽ മെറ്റൽ ലീവ്സ് വിളിക്കാം. ഇതാണ് ഗോൾഡ് ലീഫ് എലക്ട്രോസ്കോപ്പ്. ഇതിനെ എങ്ങനെ നമുക്ക് ഒരു ബോഡിയിൽ ചാർജ് ഉണ്ടോ ഇല്ലേ എന്നറിയാൻ യൂസ് ചെയ്യാം എന്ന് പറയാം. നോക്കൂ, വി ഹാവ് ദ ഗോൾഡ് ലീഫ് എലക്ട്രോസ്കോപ്പ്. ഒരു ബോഡിയിൽ ചാർജ് ഉണ്ടോ എന്നറിയണം. നമുക്കറിയില്ല ആ ബോഡി ചാർജഡ് ആണോ, നമുക്കതിനെ അൺനോൺ ബോഡി എന്ന് വിളിക്കാം. ആ ബോഡിയിൽ ചാർജ് ഉണ്ടോ എന്ന് അറിയാൻ ചെയ്യേണ്ടത് ആ ബോഡീനെ ഈ ഗോൾഡ് ലീഫുമായിട്ട് എന്ത് ചെയ്യാം? ടച്ച് ചെയ്യിപ്പിക്കാം. ടച്ച് ചെയ്യിപ്പിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് ആലോചിച്ച് നോക്കും. ഗോൾഡ് ലീഫ് മെറ്റലാണ്. ഈ കൊണ്ടുവന്ന ബോഡീനെ ഈ നോബുമായിട്ട് ടച്ച് ചെയ്യും. ഇതിൽ ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജുകൾ ഈ മെറ്റൽ നോബിലേക്ക് കുറച്ച് ഫ്ലോ ചെയ്യില്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക? ഈ മെറ്റലിൽ എല്ലായിടത്തേക്കും ആ ചാർജ് സ്പ്രെഡ് ചെയ്യും. കാരണം ഇറ്റ്സ് എ മെറ്റൽ, ചാർജ് കാരിയേഴ്സ് ഉണ്ട്. അപ്പോൾ ചാർജ് ഒരു സ്ഥലത്ത് മാത്രം നിൽക്കില്ല, എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യും. അപ്പോൾ താഴെയുള്ള ഗോൾഡ് ലീഫ്സിലേക്കും എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. ലീവ്സ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 2 ലീഫിനും ഒരേ ചാർജ് വന്നാൽ എന്താ? അവർ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും. ദ ലീവ്സ് വിൽ ഡൈവർജ്. ദ വിൽ ഡൈവർജ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഈ ഡൈവർജൻസ് നോക്കിയാൽ നമുക്കറിയാം ആ ടച്ച് ചെയ്യിപ്പിച്ച ബോഡിക്ക് ചാർജ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇതാണ് ഒരു ബോഡി. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് പറയാൻ കഴിയില്ല, പക്ഷേ ആ ബോഡിയിൽ ചാർജ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ബോഡിയിലെ ചാർജിൻ്റെ പ്രസൻസ് അറിയാൻ പറ്റുക. ഇനി നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക, എങ്ങനെയാണ് ഇത് ഏത് ചാർജാണെന്ന് എങ്ങനെയാണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഈ ബോഡിയുടെ ചാർജ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? യു ക്യാൻ റെഫർ. ഓക്കെ, നമ്മൾ ഇനി പറയാൻ പോകുന്നത് എങ്ങനെ ഒരു ബോഡീനെ ചാർജ് ചെയ്യാം എന്നാണ്. ദർ ആർ മെനി മെത്തേഡ്സ്.
എനിവേ ആക്ച്വലി ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം നിങ്ങൾക്ക് അറിയാലോ, ആ ബോഡിയിൽ നിന്ന് ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ആ ബോഡിയിലേക്ക് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുക. അതിനാണ് ചാർജിങ് എന്ന് പറയാം. നമ്പർ 1 ചാർജിങ് മെത്തേഡ് ഈസ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ. എന്താണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നോക്കൂ, ആദ്യം ഈ എക്സ്പെരിമെന്റ് നോക്കൂ. വി ഹാവ് എ മെറ്റൽ സ്ഫിയർ. ഒരു മെറ്റൽ സ്ഫിയർ, ഇറ്റ് ഇസ് ന്യൂട്രൽ, ഓക്കെ, വിത്ത് ആൻ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. അതിൻ്റെ സ്റ്റാൻഡ് ഉണ്ട്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡാണ്. ഓക്കെ, ഇനി ഈ മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്തേക്ക് ബ്രിങ്ങിങ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി. ഒരു നെഗറ്റീവ് ചാർജ്ഡ് ബോഡി ഈ മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു, നോട്ട് ടച്ചിങ് ഓൺ ഈച്ച് അതർ. അങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ കൊണ്ടുവന്ന ബോഡി നെഗറ്റീവ്ലി ചാർജ്ഡാണ്, ഈ മെറ്റൽ ന്യൂട്രലാണ്. പക്ഷേ ഈ മെറ്റലുള്ള ഇലക്ട്രോൺസിന് ഈ നെഗറ്റീവ് ചാർജ് കൊണ്ട്, ഫ്രീ ഇലക്ട്രോൺസിന് ഈ നെഗറ്റീവ് ചാർജ് കൊണ്ട് എന്തുണ്ടാവും? റിപ്പൽഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ റിപ്പൽഷൻ കാരണം ദേ വിൽ മൂവ് എവേ, ആ സ്ഫിയറിന്റെ മറ്റേ അറ്റത്തേക്ക് പോകും. അപ്പോൾ ഇപ്പുറത്തുള്ള ആറ്റംസിലെ ഇലക്ട്രോൺസ് അപ്പുറത്തേക്ക് പോയില്ലേ, അപ്പോൾ നമ്മൾ എന്ത് കാണിക്കും? ഈ എൻഡിൽ അത്രയും പോസിറ്റീവ് ചാർജ് കാണിക്കും. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഈ നെഗറ്റീവ് ചാർജ് ബോഡിയുടെ അടുത്ത് മെറ്റൽ സ്ഫിയറിന്റെ ബോഡിയിൽ പോസിറ്റീവ് ചാർജും മറ്റേ എൻഡിൽ നെഗറ്റീവ് ചാർജുമാണ് ഉണ്ടാവുക. ഈ പ്രോസസ്സിനാണ് ഇൻഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഒരു ചാർജ്ഡ് ബോഡിയുടെ പ്രസൻസിൽ ഒരു മെറ്റലിൽ രണ്ട് എക്സ്ട്രീം എൻഡിലായിട്ട് ഓപ്പോസിറ്റ് ചാർജ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുക? ഇൻഡക്ഷൻ എന്ന് പറയാം. റൈറ്റ്? ദെൻ നമ്മൾ ഇതിനെ ചാർജിങ് ബോഡിനെ ചാർജ് ചെയ്യാൻ ഇപ്പോഴും ഈ മെറ്റൽ സ്ഫിയർ ചാർജഡ് അല്ല, ചാർജഡ് ആക്കണം. അടുത്ത പ്രോസസ് നോക്കൂ. ഈ മെറ്റൽ സ്ഫിയറിനെ ഇതേ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ മെറ്റൽ സ്ഫിയറിന്റെ പോസിറ്റീവ് എൻഡിന് പകരം നെഗറ്റീവ് എൻഡിൽ, സ്ഫിയറിന്റെ നെഗറ്റീവ് എൻഡിൽ ഒരു ഗ്രൗണ്ടിങ് വയർ കൊടുക്കുക, എർത്തിലേക്ക് ഒരു കണ്ടക്ഷൻ വയർ കൊടുക്കുക. എന്താ സംഭവിക്കുക? ഈ നെഗറ്റീവ് ചാർജസ് എർത്തിലേക്ക് ഫ്ലോ ചെയ്യും. ബിക്കോസ് ദേ ആർ ഓൾറെഡി ഇൻ റിപ്പൽഷൻ വിത്ത് ദാറ്റ് ബോഡി. നമ്മൾ കൊണ്ടുവന്ന ബോഡിയുടെ റിപ്പൽഷനാണ്. അപ്പോൾ ആ ചാർജസ് എർത്തിലേക്ക് ഫ്ലോ ചെയ്യും. എർത്ത് ഈസ് എ വെരി ഗുഡ് കണ്ടക്ടർ, ഇസ് റെഡി ടു ആക്സെപ്റ്റ് ഓൾ ദ ഇലക്ട്രോൺസ്, ഓൾ ദ ചാർജസ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജസ്. ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവ് എന്തുകൊണ്ട് പോസിറ്റീവ് ചാർജ് പോകുന്നില്ല? ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിന്റെ അട്രാക്ഷനിലാണ്. അതുകൊണ്ട് അവരെ വിളിക്കുക ബൗണ്ട് ചാർജസ് എന്ന് വിളിക്കുക. ഓക്കെ, ഈ നെഗറ്റീവ് ചാർജ് എർത്തിലേക്ക് ഫ്ലോ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഗ്രൗണ്ടിങ് വയർ റിമൂവ് ചെയ്യുക. ഓക്കെ, അതാണ് ഫോർത്ത് ഫിഗർ. ഇനി എന്ത് ചെയ്യുക? ഈ ചാർജിങ്ങിന് വേണ്ടി നമ്മൾ ഇൻഡക്ഷന് വേണ്ടി കൊണ്ടുവന്ന ബോഡിയില്ലേ നെഗറ്റീവ് ചാർജ്, അതിനെ റിമൂവ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ മെറ്റൽ സ്ഫിയറിൽ ഈ പോസിറ്റീവ് ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്തിനാണ് ഇത് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? പോസിറ്റീവ് ചാർജുകൾ തമ്മിൽ എന്താ ഉണ്ടാവുക? റിപ്പൽഷൻ അല്ലേ? അത് ഇല്ലാതിരിക്കും. മിനിമം ആക്കാൻ ദ ചാർജസ് വിൽ കീപ് ദെയർ മാക്സിമം ഡിസ്റ്റൻസ്. ഓക്കെ, ഒരു മാക്സിമം സോഷ്യൽ ഡിസ്റ്റൻസിങ് നോക്കും. ഓക്കെ, അപ്പോൾ അവർ തമ്മിൽ ഡിസ്റ്റൻസ് കൂടുതലാകാൻ ശ്രമിക്കും. അപ്പോൾ ദേ വിൽ ഡിസ്ട്രിബ്യൂട്ട് യൂണിഫോംലി ഓഫ് ദ സർഫസ്. അപ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമം ആയിരിക്കും. ഇതിനു വേണ്ടിയിട്ട് ആണ് അവർ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട്. ഇങ്ങനെ ഇപ്പോൾ ആ മെറ്റൽ സ്ഫിയറിന് എന്തായി? പോസിറ്റീവ്ലി ചാർജഡ് ആയി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്കുള്ള ഒരു വർക്കാണ് എങ്ങനെ ഒരു മെറ്റൽ സ്ഫിയറിനെ നമുക്ക് നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യാം. വർക്ക് ഫോർ യു. ഓക്കെ, നെക്സ്റ്റ് വി മൂവ് ടു ദ സെക്കൻഡ് മെത്തേഡ് ഓഫ് ചാർജിങ്. ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഫ്രിക്ഷണൽ റെക്ടിഫിക്കേഷൻ എന്ന് പറയും. എന്താണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ചാർജ്ഡ് ബോഡീനെ, രണ്ട് ന്യൂട്രൽ ബോഡീസിനെ പരസ്പരം റബ്ബ് ചെയ്യുക. ടേക്ക് എൻ എക്സാമ്പിൾ, ഇഫ് യു ആർ ടേക്കിംഗ് ഗ്ലാസ് റോഡ് വിത്ത് എ സിൽക്ക് ക്ലോത്ത്. ഒരു ക്ലോത്ത് ആണ്, സിൽക്ക് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഗ്ലാസ് റോഡിന് എന്ത് ചെയ്യുക? റബ്ബ് ചെയ്യുക. ഇഫ് യു റബ്ബ് എ ഗ്ലാസ് റോഡ് വിത്ത് സിൽക്ക്, വാട്ട് വിൽ ഹാപ്പൻ? ഈ ഗ്ലാസ് റോഡിന് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം if they keep them very close, what you can see, they will be getting attracted. ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നത് കാണാൻ പറ്റും? അട്രാക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. എന്താ അതിൻ്റെ അർത്ഥം? ഗ്ലാസ് റോഡിനെ സിൽക്ക് ക്ലോത്തുമായിട്ട് റബ്ബ് ചെയ്തപ്പോൾ ഗ്ലാസ് റോഡിനൊരു ചാർജും അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് സിൽക്കിനും ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ടല്ലേ അവർ അട്രാക്ട് ചെയ്യുന്നത്, അല്ലേ? ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഗ്ലാസ് റോഡ് വിത്ത് സിൽക്ക്, ഡ്രൈ ഹെയർ വിത്ത് പ്ലാസ്റ്റിക് ഹെയർ. നമ്മൾ ഡ്രൈ ഹെയറിൽ ഒരു പ്ലാസ്റ്റിക് കോംബ് ഉപയോഗിച്ച് കോമ്പിങ് നടത്തിയിട്ട് മുടി ചീകിയതിന് ശേഷം നമ്മൾ അവർ തമ്മിൽ അടുത്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹെയറിനെ കോംബ് അട്രാക്ട് ചെയ്യും. അതിനേക്കാൾ വലിയൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, സിമ്പിൾ എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ കോമ്പിങ് നടത്തിയതിന് ശേഷം അല്ലെങ്കിൽ തലയിൽ ഒരു പ്ലാസ്റ്റിക് റോഡ് കൊണ്ട് പ്ലാസ്റ്റിക് പേന കൊണ്ട് വരച്ചതിന് ശേഷം പേപ്പർ ബിറ്റ്സിൻ്റെ അടുത്ത് ഈ
പ്ലാസ്റ്റിക് ബോഡി കൊണ്ടുവന്നു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദ പേപ്പർ ബിറ്റ്സ് ആർ അട്രാക്ടിങ് ടുവാർഡ്സ് പ്ലാസ്റ്റിക് പെൻ, റൈറ്റ്? അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ പ്ലാസ്റ്റിക് പെന്നിന് ചാർജ് കിട്ടിയെന്നാണ്. ഓക്കെ, ഇതുപോലെ ഒരുപാട് പ്ലാസ്റ്റിക് റോഡ് വിത്ത് വൂൾ, ഒരു പ്ലാസ്റ്റിക് റോഡും വൂൾ എന്ന് പറഞ്ഞ ക്ലോത്തും റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിൽക്കുക. ഇങ്ങനെ ഒരുപാട് പെയറുകളുണ്ട്. ഇവരൊക്കെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ നിന്ന് മറ്റേ ബോഡിയിലേക്ക് ചാർജ് ട്രാൻസ്ഫർ ചെയ്യും. ചില ബോഡിയിൽ ട്രാൻസ്ഫർ ചെയ്യില്ല, കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് ഇലക്ട്രോൺസ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആറ്റംസ് ഉണ്ട്. അതിൽ റബ്ബ് ചെയ്താലും ചാർജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. എനിവേ ദാറ്റ് ഈസ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ, രണ്ടാമത്തെ മെത്തേഡ്. അപ്പോൾ ചാർജിങ് ബൈ ഇൻഡക്ഷൻ, ചാർജിങ് ബൈ ഫ്രിക്ഷൻ. മൂന്നാമത്തെ മെത്തേഡ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. എന്താണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു അൺചാർജ്ഡ് മെറ്റലിനെ ചാർജ്ഡ് ബോഡിയായിട്ട് ടച്ച് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഈ ചാർജ്ഡ് ബോഡിയിൽ നിന്ന് കുറച്ച് ചാർജസ് ഈ അൺചാർജ്ഡ് മെറ്റൽ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആ ബോഡി ചാർജ്ഡ് ആവും. സോ ദാറ്റ് ഈസ് ചാർജിങ് ബൈ കണ്ടക്ഷൻ, ബൈ കോണ്ടാക്ട്. അപ്പോൾ ഒന്നാമത്തെ വിത്തൗട്ട് കോണ്ടാക്ട്, രണ്ടാമത്തെ ബൈ റബ്ബിങ്, വിത്ത് കോണ്ടാക്ട്, ബൈ റബ്ബിങ് ഈച്ച് അതർ. ഇലക്ട്രോൺസ് ഒരു ബോഡിയിൽ നിന്ന് മറ്റേ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. മൂന്നാമത്തെ ബൈ കോണ്ടാക്ട്, ബൈ കണ്ടക്ഷൻ, റബ്ബ് ചെയ്യുന്നില്ല, പകരം എന്ത് ചെയ്യുക, ഒന്ന് ചാർജ്ഡ് ബോഡിയാണ്, ഒന്ന് അൺചാർജ്ഡ് ആണ്. വെൻ ദേ ആർ ഇൻ കോണ്ടാക്ട്, ചാർജ്ഡ് ബോഡിയിൽ നിന്ന് കുറച്ച് ചാർജ് രണ്ടാമത്തെ ബോഡിയിലേക്ക് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് ചാർജിങ് ബൈ conduction. These are the three methods of charging. There are many other methods. Anyway, in all methods we are either adding or removing electrons. Remember, during charging there is transfer of mass. There is transfer of mass. ഓരോ ഇലക്ട്രോണും ആഡ് ചെയ്യുകയോ ഓരോ ഇലക്ട്രോണുകൾ റിമൂവ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇലക്ട്രോണിന് മാസ്സില്ലേ? അപ്പോൾ ഒരു ബോഡി പോസിറ്റീവ് ചാർജിനാന്ന് പറഞ്ഞ അർത്ഥം അതിന് കുറേ ഇലക്ട്രോൺസ് റിമൂവ് ആയി. അപ്പോൾ അത് നേരത്തെ ന്യൂട്രൽ ആയിരിക്കുന്നതിനേക്കാളും അതിൻ്റെ മാസ് കുറവായിരിക്കും. ഒരു ബോഡി നെഗറ്റീവ്ലി ചാർജ്ഡ് ആയി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കുറച്ച് ഇലക്ട്രോൺസ് കൂടി മെറ്റൽ സ്ഫിയറിലേക്ക് വന്നു, ബോഡിയിലേക്ക് വന്നു. മെറ്റൽ സ്ഫിയർ അല്ല, ഏത് ബോഡിയിലേക്ക് വന്നു? ആ ബോഡി നെഗറ്റീവ് ചാർജ്ഡാന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ബോഡിയിലേക്ക് കുറച്ച് ഇലക്ട്രോൺസ് വന്നു. അപ്പോൾ അത്ര ഇലക്ട്രോൺസിന്റെ മാസ് ഈ ബോഡിക്ക് കിട്ടി. അപ്പോൾ നേരത്തെ ന്യൂട്രൽ ആയിരിക്കുന്നതിനേക്കാളും മാസ് കുറച്ച് കൂടുതലായിരിക്കും. എത്ര കൂടുതലായിരിക്കും? അത് എത്ര ഇലക്ട്രോൺസ് വന്നു അല്ലേ, എത്ര കുറഞ്ഞു എന്നുള്ളതിനാണ് എത്ര ഇലക്ട്രോൺസ് പോയി എന്നറിഞ്ഞാൽ ഓരോ ഇലക്ട്രോണിന്റെ മാസ് നമുക്ക് അറിയുന്നതുകൊണ്ട് എത്ര മാസ് മാറി എന്നറിയാൻ പറ്റും. സോ ഡ്യൂറിങ് ചാർജിങ്, എനിവേ ഇൻ ഓൾ ചാർജിങ് മെത്തേഡ്സ്, ഡ്യൂറിങ് ചാർജിങ് ദർ ഈസ് ട്രാൻസ്ഫർ ഓഫ് മാസ്. ചാർജിങ് ടു മെറ്റൽ സ്ഫിയേഴ്സ് ഓപ്പോസിറ്റ്ലി യൂസിങ് ഇൻഡക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത കൊടുത്തിരിക്കുന്നത്. നോക്കൂ, രണ്ട് മെറ്റൽ സ്ഫിയേഴ്സ് ഉണ്ട്. വി ഹാവ് എ ആൻഡ് ബി, ടു മെറ്റൽ സ്ഫിയേഴ്സ്. ദേ ആർ സെപ്പറേറ്റഡ്, നോട്ട് ഇൻ കോണ്ടാക്ട്. ഇനി നമ്മൾ എന്ത് ചെയ്തു? ആ രണ്ട് മെറ്റൽ സ്ഫിയറിന് സെക്കൻഡ് സ്റ്റെപ്പിൽ ദേ ആർ ഇൻ കോണ്ടാക്ട്, ടച്ച് ചെയ്യിപ്പിച്ചു. ഇപ്പോഴും അവർ നമുക്ക് ഒരു ചാർജൊന്നുമില്ല. ശരി, ഇനി എന്ത് ചെയ്തു? ഒരു ചാർജ്ഡ് ബോഡീനെ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു, പോസിറ്റീവ് ചാർജ്ഡ് ബോഡീനെ അടുത്തേക്ക് കൊണ്ടുവന്നു, മെറ്റൽ എയുടെ സ്ഫിയറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ടച്ച് ചെയ്യിപ്പിക്കുന്നില്ല, അടുത്ത് കൊണ്ടുവന്നു. സി വാട്ട് യു ക്യാൻ സി, എയുടെ എൻഡിൽ നെഗറ്റീവ് ചാർജും ബിയുടെ എക്സ്ട്രീം എൻഡിൽ പോസിറ്റീവ് ചാർജും ഡെവലപ്പ്, ഈക്വൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് വിൽ ബി ഡെവലപ്പ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ ഡെവലപ്പ് ചെയ്ത ചാർജിനെ അടുത്ത സ്റ്റെപ്പിൽ ഇതേ ചാർജ്ഡ് ബോഡിയുടെ പ്രസൻസ് ഈ രണ്ട് സ്ഫിയേഴ്സിനെ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ എന്തായി? എയിൽ നെഗറ്റീവ് ചാർജും ബിയിൽ പോസിറ്റീവ് ചാർജും ട്രാപ്പഡ് ആയി, റൈറ്റ്? അവിടെ ചാർജ് ഉണ്ടായി. ഇനി ആ രണ്ട് സ്ഫിയേഴ്സിനെ ബ്രിങ് ദം ക്ലോസർ, അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക? ഈ പോസിറ്റീവ് നെഗറ്റീവ്, എയിലുള്ള നെഗറ്റീവ് ചാർജും ബിയിലുള്ള പോസിറ്റീവ് ചാർജിലുള്ള അട്രാക്ഷൻ കാരണം ദേ വിൽ കം ഫേസ് ടു ഫേസ്. അതാണ് അടുത്ത ഫിഗറിലോട്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ടച്ച് ചെയ്യിപ്പിക്കുന്നില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ബ്രിങ് ദം വെരി ഫാർ. ഓക്കെ, അവർ തമ്മിൽ മാക്സിമം ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്യുക. എന്താ സംഭവിക്കുക? എ നെഗറ്റീവ് ചാർജ് ആവും, ബി പോസിറ്റീവ്ലി ചാർജ് ആവും. സോ ദാറ്റ് ഈസ് ദ മെത്തഡ് ഓഫ് ചാർജിങ് ടു മെറ്റൽ സ്ഫിയേഴ്സ് ഇൻ ഓപ്പോസിറ്റ് വേ യൂസിങ് ഇൻഡക്ഷൻ മെത്തേഡ്. ഓക്കെ,